ഹലോ ഗായ്സ്, ഞങ്ങളുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഫൈബർ ടാങ്കിൽ ഒരുപാട് ഗൗരാമി കുറേ ഗൗരാമി ഉണ്ടായിരുന്നു. അത് മുട്ടയെല്ലാം ഇട്ട് അതിന് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയി. അപ്പോൾ ആ ടാങ്ക് വളരെ അൺക്ലീനായിട്ടാണ് കിടക്കുന്നത്. അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് അതിനകത്തുള്ള മീനെയെല്ലാം ഈ ഫ്രിഡ്ജ് ടാങ്ക് ക്ലീൻ ചെയ്ത് അതിനകത്തോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ ഈ ഫൈബർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റാനാണ്. പപ്പായും ജോയേച്ചനും കൂടിയാണ് ക്ലീനിങ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പോയി മീനെയൊക്കെ വാരുകയൊക്കെ ചെയ്തു. ഈ വീഡിയോ മുഴുവൻ എടുക്കുന്നത് ഞാനാണ്. എന്നിട്ട് കണ്ടോ, ഇതുപോലെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. വലുതും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്, തീരെ ചെറുതും ഉണ്ട്. അപ്പം നമുക്ക് ഈ ടാങ്കിനകത്തുനിന്ന് ഫ്രിഡ്ജ് ടാങ്കിലോട്ട് മീനെല്ലാം പിടിച്ചിട്ടിട്ട് ആ ടാങ്ക് വൃത്തിയാക്കിയിട്ട് വലുതിനെല്ലാം മാറ്റിയിട്ടിട്ട് അധികം വലുപ്പമാകാത്ത ഇഷ്ടംപോലെ ഗ്രാമി കുഞ്ഞുങ്ങളുണ്ട്. അതിനെ ഈ വലിയ ടാങ്കിലോട്ട് ഇട്ടിട്ട് ഫീഡ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ചിലപ്പം ഫീഡ് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വലുതാവാത്തതെങ്കിലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഇതെല്ലാം അതിനകത്ത് വാരിയെടുത്ത കുഞ്ഞുങ്ങളാണ്. എന്തോ പല സൈസ് ആണ്. പപ്പാൻ്റെ വെള്ളമെല്ലാം കൂടി മാറ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പായും ജോയിച്ചനും കൂടിയാണ് വെള്ളമെല്ലാം കൂടി പറ്റിക്കുന്നത്, കോരി പറ്റിക്കുകയാണ്. ഇപ്പുറത്തെ ടാങ്കിൽ നല്ല മീൻ കിടപ്പുണ്ട്. പപ്പാണ്ട് ഒരച്ചൊരച്ചൊരച്ച് വെളുപ്പിക്കുവാണ് ടാങ്ക്. ഈ സൈഡിൽ കറുപ്പ് പോലെ ആയിരുന്നു. ഈ സൈഡ് കഴുകി ക്ലീനാക്കി. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ ക്ലീനാക്കണം. അതിനാണ്ട് അപ്പുറത്ത് ജോയിപ്പച്ചൻ ഇത് കാപ്പ് കുടിക്കുന്നുണ്ട്. പപ്പ ഇത് കഴിഞ്ഞിട്ട് കാപ്പ് കുടിക്കാമെന്ന് വെച്ചിരിക്കുന്നു. എൻ്റെ പപ്പ കാപ്പ് കുടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ക്ലീൻ ചെയ്തിട്ട് മറ്റേ മീനെ എല്ലാം കൂടി ഇപ്പുറത്തോട്ട് ഇടാൻ. ഫ്രിഡ്ജ് ടാങ്കിൽ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ടോ, ഗൗരാമി കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് മുഴുവൻ കരിയിലയൊക്കെ ആയിരുന്നു. അത് മുഴുവൻ ഞങ്ങൾ തൂത്ത് വൃത്തിയാക്കി. സൈഡ് മുഴുവൻ ഞങ്ങൾ തൂത്ത് റെഡിയാക്കിയതാണ്. ഇപ്പം ടാങ്കിലേക്ക് നല്ല വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മീനെ എല്ലാം തിരിച്ച് വൃത്തിയാക്കിയ ടാങ്കിലേക്ക് തിരിച്ചിടുകയാണ്. എല്ലാത്തിനെയും വലുതിനെ നമ്മൾ മാറ്റിയിട്ട് അധികം വലിപ്പം മീഡിയം സൈസും ചെറുതിനെയാണ് ക്ലീനാക്കിയ നീല ടാങ്കിലേക്ക് ഇടുന്നത്. അതിന് കുറച്ച് ഫീഡ് കിട്ടി, കുറച്ചുകൂടി നല്ലപോലെ അതിന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പം ചെറുതിനെയെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പം ഇതിൻ്റെ ചെറുതിനെ എല്ലാം അങ്ങോട്ടിട്ടു, വലുതിനെ തിരിച്ചിങ്ങോട്ട് തന്നെ ഇട്ടു. പപ്പായാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നത്. ഇതിനകത്തുനിന്ന് വലുതിനെ പെറുക്കിയിട്ട് ഉണ്ടാവും. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അത് ഈ ടാങ്കിലിങ്ങനെ ഓടിക്കളിക്കുകയാണ്.